ഓപ്പറേഷൻ തൂഫാന്റെ പേരിൽ യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ സഹപ്രവർത്തകരെ രക്ഷിക്കാൻ കൊരട്ടി പോലീസ് ഒത്തുകളിച്ചതായി ആരോപണം. വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്താവുന്ന കേസിൽ എഫ്ഐആറിൽ പേരും വിലാസവും നൽകാതെ നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയത്. യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച CPO വിനുകുമാറിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചെന്നും പരാതിക്കാരൻ സിദ്ധാർത്ഥ ഉദയകുമാർ ആരോപിച്ചു. സംഭവിച്ചെന്ന് വെച്ചാൽ ഞാൻ കോട്ടയത്ത് നിന്ന് കൊരട്ടിയിലേക്ക് ബസ് കയറി വരായിരുന്നു. അപ്പൊ ആ ടൈമില് നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മഴ പെയ്ത സമയത്ത് ഈ നീതി മെഡിക്കൽസിന്റെ ഫ്രണ്ടില് ആ ഷീറ്റ് ഇട്ട് അങ്ങോട്ട് കയറി നിൽക്കായിരുന്നു. ആ നിൽക്കുന്ന ടൈമില് അവിടെ ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോ വേറൊരു യൂണിഫോമിൽ അല്ലാത്ത ഒരാളൊന്നും എന്റെ മേത്തേക്ക് തട്ടി. ഞാൻ എന്താന്ന് വെച്ചപ്പോ എന്നോട് പറഞ്ഞു, നിന്റെ കടയാണോ, നീ എന്തിനീ നേരത്തെ ഇവിടെ നിൽക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര മോശമായിട്ട് എന്നോട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇയാള് വേഗം തന്നെ എന്റെ ബാഗ് തട്ടിപ്പറിക്കാനുണ്ടായി. ബാഗ് തട്ടിപ്പറിച്ച് ബാഗിലത്തെ സാധനങ്ങളെല്ലാം പുള്ളി പുറത്തേക്കിട്ട് വലിച്ചെറിയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും ചോദിച്ചു, എന്താ സംഭവം, എന്താ കാര്യം ഞാൻ ചോദിച്ചു. അപ്പോഴൊന്നും പുള്ളി കാര്യം പറഞ്ഞില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോ പുള്ളി എന്നോട് പറഞ്ഞു, നിന്നെ കാണിച്ചു തരാന്ന് കുറച്ചു നേരം പുള്ളി എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ നമ്മളെന്താ കാര്യം ചോദിച്ചിട്ടുണ്ട്. പുള്ളി പറയാൻ സിദ്ധാർത്ഥിനെ CPO വിനുകുമാർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും CCTV ദൃശ്യങ്ങളും പുറത്തു വന്നതാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. ശ്രീജിത്ത്, നാടാകെ ഓപ്പറേഷൻ തുഫാന് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്, അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ ആ പിന്തുണയും ഐക്യദാർഢ്യവും അതൊരു ലൈസൻസായി കരുതി ആളുകളെ മെക്കിട്ട് കയറുക, അതൊരു മോശം പ്രവണതയാണ്. മാത്രമല്ല, ആ തെറ്റ് ചെയ്ത പോലീസുകാരനെ കുടപിടിക്കുന്ന കൂട്ടി നിൽക്കുന്ന പോലീസ് സ്റ്റേഷനും. അതുതന്നെയാണ് ഗോകുൽ. കാരണം ഓപ്പറേഷൻ തൂഫാനെ ആരും എതിർക്കുന്നില്ല, അതൊരു ഗംഭീര പദ്ധതിയാണ്, അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പോലീസ് വളരെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ പോലീസിലെ ചില പുഴുക്കുത്തുകൾ, അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് നമ്മൾ കാണുന്നത്. അത് ഈ പോലീസ് സ്റ്റേഷൻ, കൊരട്ടി പോലീസ് സ്റ്റേഷനിലെ വിനുകുമാർ എന്ന വെഞ്ഞാറമൂട് സ്വദേശിയായ CPO ആണ്. ഇയാൾക്കെതിരെ മുൻപും സമാനമായ രീതിയിലുള്ള പരാതികൾ ഉണ്ട് എന്ന് തന്നെയാണ് അവിടുത്തെ പോലീസുകാരും അതുപോലെ തന്നെ ചില നാട്ടുകാരും ഒക്കെ പറയുന്നത്. ഇത് അതിക്രൂരമായാണ് ഈ സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നത്. ആ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ്. ആദ്യഘട്ടത്തിൽ മൊബൈൽ ഫോണും ചാർജറും എല്ലാം എടുത്ത് നിലത്തെറിഞ്ഞ് പൊട്ടിക്കുന്നു. നിന്നെ ഞാൻ തൂഫാനിൽ പെടുത്തുവിടാ എന്നാണ് പറയുന്നത്. അതിനുശേഷം മുഖത്തേക്ക് അടിക്കുകയാണ്. എന്ത് പ്രകോപനമാണ് ഈ പോലീസുകാരൻ ഉണ്ടായതെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും മുഖത്തേക്ക് അടിച്ച 2 അടി കിട്ടിയ ഉടൻ തന്നെ ഈ സിദ്ധാർത്ഥ റോഡിലേക്ക് മറിഞ്ഞു വീഴുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ ആഭ്യന്തരമന്ത്രിയുടെ മുൻപാകെ വെക്കുകയാണ്. ഇനിയാണ് രണ്ടാമത്തെ ഘട്ടം. ഇയാളെ രക്ഷിക്കാനാണ് സഹപ്രവർത്തകർ ശ്രമിച്ചിരിക്കുന്നത്. സിവിൽ വസ്ത്രത്തിൽ വന്നാണ് ഇത്തരത്തിലുള്ള മർദ്ദനം. സിവിൽ ഡ്രസ്സിൽ വന്ന പോലീസുകാരനാണ് ആദ്യം മർദ്ദിച്ചത്, തള്ളിയിട്ടത്. പിന്നീട് ഈ പോലീസുകാർ 2 പേർ ചേർന്ന് മർദ്ദിച്ചു. തൻ്റെ ബാഗിൽ ഉള്ള വസ്തുക്കളൊക്കെ എടുത്ത് പുറത്തിട്ടു. തൂഫാനിൽ പെടുത്തും, അതായത് ഒരു നല്ല പദ്ധതിയുടെ പേര് കളയാൻ വേണ്ടിയുള്ളൊരു നടപടി. ഇങ്ങനെ കയ്യൂക്ക് കാണിക്കാനുള്ള, അല്ലെങ്കിൽ ആളുകളുടെ മേൽ വെക്കിട്ട് കയറുക, ബലപ്രയോഗം നടത്താനൊക്കെയുള്ള മനസ്സുള്ള, ആ മനസ്സിലുള്ള ചില പോലീസുകാരിൽ ഒരാളാണ് ഇയാളെന്ന് മനസ്സിലാക്കണം. അതിന് തൂഫാൻ പോലെ ഒരു പദ്ധതിയുടെ പേര് ഉപയോഗിക്കുക ആ നല്ല ഇനിഷ്യേറ്റീവിനെ കൂടി മോശപ്പെടുത്തുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.